മക്കാവോ പോയിട്ട് വരാമാ പോയിട്ട് വരാച്ചാ ചാച്ചാ ഞങ്ങളപ്പോ ഇപ്പോ PQ എക്സോട്ടിക് പാർക്ക് എവിടെയായിരുന്നു ഏട്ടാ? എറണാകുളത്ത് ചേരാനല്ലൂരാ. അപ്പൊ ഞങ്ങളിപ്പോ അങ്ങോട്ട് പോവാണ്. അപ്പൊ പോയി നോക്കാം. ജിനക്ക് ഭയങ്കര ഇഷ്ടമാണ് കിളികളൊക്കെ. ഞങ്ങൾക്കൊന്ന് പോയി നോക്കാം. ഞങ്ങൾ ഒരിക്കൽ പോയിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി ജിനുവിന് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലാണ് ഞങ്ങൾ കൂടുതൽ പോവാൻ നോക്കാറ്. അപ്പോൾ ഇപ്പൊ മഴക്കാരുണ്ട്, പക്ഷെ ഇന്നേരം വരെ മഴ പെയ്തിട്ടില്ല. ഞാനിപ്പോ എന്റെ വീട്ടിലാണുള്ളത്. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് അടുത്താണ് അങ്ങോട്ട് പോവാൻ വേണ്ടിട്ട്. ഏട്ടിപ്പോ എവിടെ എത്തി? ഏതാണ്? വരാപ്പുഴ പാല. 4 കൊല്ലം എന്നും ഇതിൽ കൂടി പോയ ഞാനാണ് ഇതിപ്പോ വരാപ്പുഴ പാലിലാണോ എന്ന് ചോദിക്കണേ. വഴിയുടെ കാര്യത്തിൽ എന്റെ അവസ്ഥ ഭയങ്കര മോശമാണ്. കോളേജിൽ പോയിരുന്നത് ഈ വഴിയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ എന്നോട് ചോദിക്കുകയാണ് ഇത് ഏതാ സ്ഥലം, ഏതാ വഴിന്ന്. എത്താറായി. കാരണം നമ്മൾക്ക് വരാപ്പുഴ പാലത്തിന് കയറി ഈ കുറച്ചും കൂടി ഉള്ളു. ഹലോ ഫ്രണ്ട്സ്, നമ്മളന്ന് കൊച്ചിയിലുള്ള PQ എക്സോട്ടിക് ബേർഡ്സ് പാർക്കിലേക്കാണ് വന്നേക്കുന്നത്. ശരിക്കും സ്ഥലം പറയുകയാണെങ്കിൽ നമ്മുടെ ചേരാനല്ലൂരുള്ള, അതായത് നമ്മുടെ വരാപ്പുഴ പാലത്തിൻ്റെ സൈഡിലായിട്ട് ബ്ലൂ ബസാർ ഷോപ്പിംഗ് വില്ലേജ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ കുറേ കടകൾ കാണാം. സൺഡേ ആയതുകൊണ്ട് അടച്ചിട്ടേക്കുവാണോന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മൾ കഴിഞ്ഞ കൊല്ലം വന്നപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അതിന് പുതിയ കടകൾ തുറക്കാനുള്ളതാണോ എന്നും അറിയില്ല. നാളെ കുട്ടികൾക്ക് സ്കൂൾ തുറക്കും. ജൂൺ 3-ാം തീയതിയാണ്. എൻ്റെ മോനും ജിനോയ്ക്ക് ജൂൺ 10-ാം തീയതിയാണ് തുറക്കുന്നത്. അപ്പോൾ തിരക്കുണ്ടാവില്ല. നാളെ സ്കൂൾ തുറക്കല്ലേ. ഇന്ന് എന്തായാലും പിള്ളേരൊന്നും വരാൻ ചാൻസ് ഇല്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. കാരണം തിരക്കുണ്ടെങ്കിൽ നമുക്കത് അത്ര അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മഴക്കാരുണ്ട് കേട്ടോ. മഴ പെയ്യല്ലേ എന്നാണ് പ്രാർത്ഥന. ഇതിന് മുന്നേ ഞാനും അമ്മയും മേഡനും മോനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അന്ന് ഞങ്ങൾ നന്നായിട്ട് അടിച്ച് പൊളിച്ചു. ഇന്ന് നമ്മൾ പോയിട്ട് വരാം. മോ ഹാപ്പിയാണ്, ഫുൾ ഓണാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 200 രൂപയാണ്. 5 വയസ്സിനുള്ള മേലെയുള്ള കുട്ടികൾക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ജിനൊക്കെ ഇപ്പോൾ അവരെടുത്തില്ല. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ആ ചേച്ചി പറഞ്ഞു കൈ കഴിക്കുക മോളേന്ന്. കാരണം നല്ല കാര്യമാണ് കേട്ടോ അത്. കാരണം ബേർഡ്സിനെ നമ്മൾ പുറത്തുനിന്ന് തന്നെ ആൾക്കാരാണ്. ബേർഡ്സിനെ ഫീഡ് ചെയ്യുമ്പോൾ അവർക്കൊരു അസുഖവും വരരുതല്ലോ. അപ്പോൾ ഒരു പ്ലേറ്റിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് ചേച്ചി തന്നു. ഇതേ നോക്കി നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ പ്ലേറ്റിൽ ഇങ്ങനെ ഇത്രയും അടുത്ത് എന്താ പറയുക പല വെറൈറ്റി തത്തകളെ കാണാനും അവർക്ക് ഫീഡ് ചെയ്യാനും അവർ ഇൻട്രാക്ട് ചെയ്യാനും പറ്റാന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണല്ലേ. ഞാൻ ഹാപ്പിയാണ്. കാരണം മോനെയും കൊണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവനത് എത്രത്തോളം എൻജോയ് ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. അവൻ മാത്രമല്ല കേട്ടോ, ഇപ്പം ഞാനായാലും ഏട്ടനായാലും എന്ത് രസമാണെന്നറിയാം. ഇത്രയും അടുത്ത് ഇത്രയും ഭംഗിയുള്ള കിളികളെ കാണാം. ഇവർ നമ്മുടെ ഓസ്ട്രേലിയക്കാരാണ്. ലോറിക്കീറ്റ് എന്ന് പറഞ്ഞ തത്തകളാണ്. അപ്പോൾ ഇവർ 70% ടൈമും ഫുഡ് അടി തന്നെയാണ് പണി. അതുകൊണ്ട് തന്നെ ഇവർ നമ്മുടെ പ്ലേറ്റിലും കയ്യിലും ഒക്കെ വന്നിരിക്കും. എന്ത് രസമല്ലേ ഇത്രയും അടുത്ത് കിളികൾ വരിക, നമ്മുടെ അടുത്ത് വന്നിരിക്കുക. നമുക്ക് പേടിയില്ലാണ്ട് സന്തോഷത്തോടെ അത് എൻജോയ് ചെയ്യാൻ പറ്റുക. അയ്യോ കുറച്ച് നേരത്തേക്ക് ഞാനിവിടെ നിന്ന് ഇറങ്ങുന്ന വരെ വേറെ ഒരു തിങ്കിങ് പോലും നമ്മുടെ ഉള്ളിലേക്ക് വരില്ല. മൊത്തവും നമ്മൾ അതിൽ എൻജോയ് ചെയ്യും. അത്ര രസമാണ്. കുട്ടികൾ ഹാപ്പിയാവും. ഈ കുട്ടികൾ മാത്രമല്ല കേട്ടോ, ഞാൻ ഈ ജിനോനെ ചുറ്റിപ്പറ്റി നടക്കണോണ്ടാണ് ഈ കുട്ടികളെന്ന് പറയുക. ഞാൻ അവനെ വെച്ചിട്ടാണ് എന്തും തിങ്ക് ചെയ്യാറ് ഇപ്പോൾ കുറച്ച് നാളായിട്ട്. എല്ലാവർക്കും ഒരേപോലെ അടിപൊളിയാണ്. കാരണം നമ്മൾ കുറച്ച് നേരം ഒന്നും ആലോചിക്കാതെ അല്ലേ, നല്ലതല്ലേ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ പ്രകൃതിയുമായിട്ട് നേച്ചറായിട്ടൊന്നും കൂടി ഇണങ്ങുക, പെറ്റ്സിനെയൊക്കെ എങ്ങനെയായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. സോ ഇതിലൂടെ നമുക്കൊരു കാര്യം കൂടി മനസ്സിലാക്കാം. നമുക്കിങ്ങനെ വീട്ടിലും ഇവരെയൊക്കെ ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്ത് ഇണക്കി നല്ലൊരു കാര്യമാണത്. ഇപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അടുത്തത് കയറാൻ പോണ സ്ഥലം അതിലും അടിപൊളിയാണ്. കാരണം ഇവർ നമ്മൾ തുറന്ന് ചെന്ന് കഴിഞ്ഞാൽ അടിപൊളിയാണ്. നോക്കിക്കോ, എല്ലാവരും കൂടി പറന്ന് മേത്തേക്ക് കയറുന്നത്. എന്നെ പുറത്തും മേത്തും ഒക്കെ വന്നിരുന്നു. എല്ലാവരും കൂടി ചടപടാ പറക്കുന്നുണ്ട്. അപ്പോൾ ജിനോക്കുട്ടി പറയാണ് എനിക്ക് വേണ്ടമ്മേ എന്ന്. പേടിയുണ്ടെങ്കിലും ഉണ്ടല്ലോ ആള് ഇതിലൊക്കെ
കാണാനും കുറച്ച് ധൈര്യത്തോടെയൊക്കെ വന്ന് കൂടെ നിൽക്കും. ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പയ്യെ പയ്യെ മാറ്റിയെടുത്താണ് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവൻ്റെ ആ പേടി മാറി തുടങ്ങി. ഒന്നല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ കയറാണ്ട് നീങ്ങി നിൽപ്പുണ്ട്. കാരണം അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സ്ട്രീമിങ് അലൗഡ് അല്ല, അതായത് കരയാ ഒച്ചെടുക്കുക ബഹളം വയ്ക്കുക ഒന്നും പാടില്ല എന്ന്. കാരണം പെറ്റ്സ് പേടിക്കും, ഇവർ പാവങ്ങളല്ല, അവർ പേടിച്ച് പോകും. അപ്പോൾ നമുക്ക് പേടിയുണ്ടെങ്കിൽ കയറുണ്ടാവും, എന്തിനാ അവരെ പേടിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ മോന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്ലേറ്റ് പിടിക്കാനുള്ള പേടിയാണ്. മേത്ത് വന്നിരിക്കുമ്പോൾ അവൻ ഇക്ലിയാകുമ്പോൾ അവന് കൊത്തുമോ കടിക്കുമോ അങ്ങനെ ഒരു പേടി. കുറച്ചാളെയും അതും റെഡിയാവും തന്നെയാണ് എൻ്റെ വിശ്വാസം. അവനപ്പോൾ തൊട്ടാൽ മതി. അപ്പോൾ എന്നോട് ചോദിക്കുക അമ്മ ഞാൻ തൊടട്ടെ. ഞാൻ പറയും നീ തൊട്ടോ, കാരണം ഇവരൊക്കെ നമുക്ക് എന്ത് വേണേലും ചെയ്യാം. മീൻസ് ഉപദ്രവിക്കാതെ സ്നേഹത്തോടെ നമുക്ക് എങ്ങനെ വേണേലും ഇവരെ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ കുറേ അമ്മമാർ കുറേ തത്തകളെ താഴെയും ഉണ്ട് കേട്ടോ, നമ്മൾ സൂക്ഷിക്കണം നടക്കുമ്പോൾ. അപ്പോൾ എനിക്ക് ഇവരുടെ പേരൊന്നും എല്ലാവരും അറിയില്ല, പല വെറൈറ്റിയും ഉണ്ട്. അപ്പോൾ ഈ 3 ഒരേ കളർ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനപ്പോൾ ഏട്ടനോട് പറയുമായിരുന്നു. അപ്പോൾ ഏട്ടൻ പറയുകയാണ് അത് സൺകുനൂരാണെന്നോ. എനിക്ക് ഇവരുടെ പേരൊന്നും അറിയില്ല. അവിടെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഗ്രീൻ ചീക്കഡ് കൊണൂറുണ്ട്, സൺകുനൂറുണ്ട്, ലോറി കിറ്റുണ്ട്, റൊസല്ലുണ്ട്, സെനഗിളുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളും പല സ്ഥലങ്ങളിൽ നിന്നുള്ളതാണ് അവരുള്ളത്. ഇതൊക്കെ അവൻ ഏട്ടൻ്റെ കമ്മൽ കടിച്ചെടുക്കുന്നത്. അപ്പോൾ അതും അവർ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇയറിങ്സ്, ക്ലിപ്പ്, വാച്ച് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നോക്കൊക്കെ വേണം. കാരണം ഇവർക്കതൊരു ടോയാണ്. കാരണം ഇവരത് കാണുമ്പോൾ അവർക്കത് ഇഷ്ടമാണ്. അവരത് പൊട്ടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആരെ പൊട്ടിച്ചിട്ട് പോയെന്ന് നമുക്കറിയില്ല, എങ്ങോട്ടാ പോയെന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഏട്ടൻ്റെ വാച്ചും കൊണ്ട് പോയി. ഏട്ടന് ഈ പെറ്റുകളൊക്കെ ആയിട്ട് ഇടപഴകി നല്ല ശീലമാണ്. വളർത്തിയിട്ടായാലും അവരുമായിട്ട് ടൈം സ്പെൻഡുമായിട്ട് എനിക്കിപ്പോൾ പേടി മാറി വരുന്നുള്ളൂ. ജിനാക്കുട്ടിക്ക് വേണ്ടി ഏട്ടനെന്നെ വഴക്ക് പറഞ്ഞാണ് എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ആട്ടുംകുട്ടീനെ കണ്ടാൽ പോലും ഞാൻ പേടിച്ച് കട്ടിൻ്റെ മേലെ കയറുന്ന ആളാണ്. ആ ആളാണ്. ഞാൻ ധൈര്യം കൊടുത്തില്ലെങ്കിൽ മോൻ പേടിച്ച് പോകും എന്ന് പറഞ്ഞ് ധൈര്യം സമ്മതിച്ചു. ഇപ്പോൾ ട്രെയിൻഡ് ആയിട്ടുള്ള എന്തിനെ കണ്ടാലും വലിയ പേടിയൊന്നുമില്ല. ഇപ്പോൾ ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. ഏട്ടൻ അവരുടെ പേടിയില്ലാണ്ട് കൈ വായിലൊക്കെ വെച്ച് കൊടുക്കും. അപ്പോൾ ജിനു ചോദിക്കുന്നുണ്ട് അയ്യോ എന്നെ കടിക്കും എന്നുള്ള ചിന്തയൊക്കെ ഒരിക്കലും ഇല്ല കേട്ടോ. അതുപോലെ ഈ പുല്ല് പോലത്തെ സ്ഥലത്തില്ല, അതിന് ചുറ്റും നടുക്കൊക്കെ നല്ല കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള കൂട് വെച്ചിട്ട് ക്യൂട്ടായിട്ടുള്ള കിളിക്കുഞ്ഞുങ്ങളുണ്ട്. എനിക്ക് അതിൻ്റെ പേരറിയില്ല. എന്ത് രസമാണെന്നറിയോ കാണാൻ വേണ്ടിയിട്ട്, നല്ല ഭംഗിയാണ്. പിന്നെ ഇവിടെ ഓരോ സെക്ഷനിലും ഓരോരോ വെറൈറ്റിയാണ് കിളികൾ. ഒരു സെക്ഷനിൽ റെപ്റ്റൈൽസ് ഒക്കെ ഉണ്ട്, പൈത്തൺ ഉണ്ട്, മാമോസിറ്റ് ഉണ്ട്, ഇഗ്വാന ഉണ്ട്. ഒരു സെക്ഷനിൽ ഞാൻ പറഞ്ഞില്ല കിളികളുണ്ട്, കോക്ടെയിലും കോക്കട്ടോയും പിന്നെ ആഫ്രിക്കൻ ഗ്രേ പാരറ്റും. അങ്ങനെ ഓരോ സെക്ഷനിലും ഓരോന്നാണ്. അപ്പോൾ ഓരോ സെക്ഷനിലും മാക്സിമം ടൈം എടുത്ത് സ്പെൻഡ് ചെയ്ത് എൻജോയ് ചെയ്തിട്ട് പോവുക. കാരണം റീ എൻട്രി ഇല്ല, അത് മറന്നു പോകണ്ട. ഇത് കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ എന്ന് പോകുന്ന ആൾക്കാർക്ക് അത് വലിയ കാര്യമല്ല. പകരം നമ്മൾ കിട്ടുന്ന സമയം ഇവരൊക്കെയായിട്ട് സമയം ചിലവഴിച്ച് നല്ല പീസായിട്ട് ഹാപ്പി ആയിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ജിനോക്കുട്ടിത് വീണ്ടും ഓരോന്നൊക്കെ പിടിച്ച് ഫീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വീട്ടിൽ വന്നിട്ട് പിന്നെ ആ കിളിനെ വാങ്ങണം ഈ കിളിനെ വാങ്ങണം, ആ വിശേഷങ്ങളേ ഉള്ളൂ 3-4 ദിവസത്തേക്ക്. കാരണം അവൻ്റെ മനസ്സിലത് അത്രത്തോളം കയറിയിട്ടുണ്ട്. പിന്നെ മങ്കീനെ പിടിക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനീ പെറ്റെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള എന്താ പറയുക പെറ്റ് ഷോപ്പുകൾ, പെറ്റുകൾ വളർത്തുന്ന സ്ഥലം, പാർക്കുകൾ, ഫാം വില്ല, മറൈൻ വേൾഡ്, അക്വേറിയം അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒന്നും വേണ്ടായിരുന്നില്ല. പെറ്റിന് വേണം ഇഷ്ടമാണെന്ന് പറയുമ്പോൾ കോഴി, താറാവ്, ആട് അങ്ങനെയൊക്കെ ആയിരുന്നു. അതൊക്കെ നല്ല തന്നെയാണ് കേട്ടോ, ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ഇത്രയും വെറൈറ്റി ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് വരാം, കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യുക, അതൊക്കെ ഒരു സന്തോഷമല്ലേ. ഇതേ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് ചെന്ന് മെക്കാവിൻ്റെ സെക്ഷനാണ്. അവിടെ 2 മെക്കാവോ ഉണ്ട്. ഒന്ന് നമ്മുടെ സ്കാർലെറ്റ് മെക്കാവോ, അമേരിക്കക്കാരനാണ്. പക്ഷെ അതിനങ്ങനെ ആരും എടുക്കാറില്ല, കാരണം അവന് ഇച്ചിരി കുറുമ്പനാണ് പോലും. നമുക്കൊരു പാവം പിടിച്ചവനുണ്ട്, വേറൊരു മെക്കാവോ, പിന്നെ നമ്മുടെ ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. അതേ ആ ചേച്ചി എനിക്ക് മെക്കാവോന് പുറത്ത് വെച്ചൊന്നും എനിക്ക് എന്ത് സന്തോഷമായെന്നറിയോ. കാരണം ഇത്രയും വലിയൊരു കിളി എൻ്റെ തോളത്ത്, കിളീനെ കണ്ടാൽ പേടിക്കുന്നത് ഞാൻ, എൻ്റെ കിളി ഒരു തോളത്ത് ഇരിക്കുക, അതൊരു വേറെ ഫീലിംഗ് ആയിരുന്നു. നിങ്ങൾ ഓരോരുത്തരും വന്ന് തന്നെ എൻജോയ് ചെയ്യണം, കാരണം അത്ര രസമായിരുന്നു. ഞാൻ ഈ ആഫ്രിക്കൻ ഗ്രേ പാരറ്റിൻ്റെ അടുത്ത് കുറേ നേരം കയ്യിൽ ഫുഡും പിടിച്ചിട്ട് കഴിക്കടാ വാട. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തോളത്ത് വന്ന് കയറി ഇരുന്നോളും. പക്ഷെ അവൻ വന്നില്ല. ഇപ്പോൾ ഇതേ മെക്കാവ് വന്നിരുന്നു, ഞാൻ അവന് ഫീൽ ചെയ്യാൻ തുടങ്ങി. അത് ചിന്നാക്കുട്ടിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവനും കൈ വെച്ചു. ഏട്ടൻ്റെ തോളത്ത് ഓൾറെഡി വന്നിരുന്നു. അപ്പോഴേക്കും അവനെ കുശുമ്പ് തോന്നിയിട്ട് മറ്റവനും ചാടിക്കയറി. അപ്പം ഞാൻ ഈ സുരേഷ് ഗോപിയുടെയൊക്കെ പോലെ 2 കൈയും പിടിച്ചിട്ടൊക്കെ നിൽക്കുകയാണ്.
നല്ല രസാട്ടോ. ജിനോക്കുട്ടിക്കും കയ്യിൽ ഫീഡ് ചെയ്യാൻ പ്ലേറ്റിൽ നിന്ന് മാറി അവൻ്റെ കയ്യിൽ. അപ്പം എന്നോട് വന്ന് ചോദിച്ചു, അമ്മ കയ്യിൽ കുത്തിക്കോട്ടെ, കുത്തിയെടുത്താൽ കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞില്ല, നീ കയ്യിൽ ഫുഡ് വെച്ച് കൊടുത്തു, ധൈര്യമായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് മെക്കാവക്കുട്ടൻ കുറുമ്പ് കാട്ടി. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, എടുത്തു ചേച്ചി ചെയ്യുന്നു. ഏട്ടൻ്റെ തോളത്ത് 2 പേരായി. ഏട്ടൻ മാറി മാറിയപ്പോൾ ഏട്ടന് പറ്റില്ല. അപ്പം ഞാൻ പറയും മമ്മൂട്ടി മോഹൻലാൽ, ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഈ കോമഡിക്കാർ കാണിക്കില്ലേ, നമ്മുടെ സുരേഷ് ഗോപിൻ്റെ ഒരു ആക്ഷൻ, അതേപോലെ കൈവയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ജിനോക്കുട്ടി കയ്യിൽ വീണ്ടും 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 അവനത് മതിയാവുന്നില്ല, വീണ്ടും വീണ്ടും കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ അവരുടെ ആ വാലിൻ്റെ അവിടെ ഒരു ചുമപ്പ് വരുന്നത്. ഒരുത്തൻ കുറുമ്പനാ, ഒരുത്തന് ഫുഡ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവൻ നമ്മളിങ്ങനെ കുത്തും. അപ്പം ഇച്ചിരി പേടിയുള്ളവർ മറ്റവനെ പിടിക്കാനാണ് നല്ലത്. ഒരുത്തൻ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കുത്തുന്ന വെച്ച് ഉപദ്രവിക്കാമെന്നല്ല, അവനിങ്ങനെ നമ്മൾ തോണ്ടും. പേടിയുള്ളവർക്ക് അത് പേടിയാവും. അപ്പോൾ ചിന്നക്കുട്ടി ഇതേ അവിടെ വേറെ ആൾക്കാരെ നിൽക്കുമ്പോൾ അങ്ങോട്ട് ചെന്നേ. അപ്പോൾ അവിടെ ഉള്ള ആൾ പറയാണ്, കുട്ടിയാണെന്ന് നോക്കാണ്ട് ഇപ്പം ഞങ്ങൾ നിൽക്കുകയല്ലേ, നീ പോവുക. അങ്ങനെ തന്നെ ജിനൊന്നും മിണ്ടാണ്ട് പോകുന്നു. പിന്നെ നമ്മുടെ റെപ്റ്റൈൽസിൻ്റെ സെക്ഷനിലേക്കാണ് വരുന്നത്. അവിടെ ഫുഡൊന്നുമില്ല. അവിടെ നമ്മുടെ എന്താ പറയുക, പൈത്തൺ ഉണ്ട്, ബോൾ പൈത്തൺ ഉണ്ട്, ഇഗ്വാന ഉണ്ട്, മാമോസെറ്റ് ഉണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ നമ്മൾ പൈത്തൺ എടുത്തു. അതേ മാമോസെറ്റ് നമ്മളെ കണ്ടപ്പോൾ തന്നെ, അന്ന് മാമോസെറ്റ് ഉണ്ടായിരുന്നില്ല, കണ്ടപ്പോൾ തന്നെ വേഗം കയറുക, ബാ എന്നെ എടുത്തോ എന്നുള്ള മട്ടിൽ. എന്ത് ക്യൂട്ടല്ലേ, ഭയങ്കര രസമാണ്. അതിന് നല്ല റേറ്റ് ഉണ്ടെന്നാണ് ചേച്ചി പറയണേ. അതുകൊണ്ട് തന്നെ 4.5 ലക്ഷമാണ് അവരുടെ വില. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് എടുക്കണമെങ്കിൽ 300 രൂപ കൊടുക്കണം, 300 പെർ ഹെഡ്. പൈത്തണും ഇഗ്വാനയും 100 രൂപയേ ഉള്ളൂ, ഒരാൾക്ക് എടുക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ ആ ചേച്ചി ചേട്ടൻ ആദ്യം ഇഗ്വാനേനെ എടുത്ത് കൊടുത്തു. പൈത്തണ നമ്മൾ ഈ പ്രാവശ്യം എടുത്തില്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം എടുത്ത കാരണം. ജിനോക്കുട്ടിക്ക് ഓന്തിന് മതി എന്ന് പറഞ്ഞ് ബഹളം വെക്കുമായിരുന്നു. കാരണം ഓന്തിന് ആ ചേച്ചി പറഞ്ഞു കേട്ടോ, കുട്ടികളുടെയൊക്കെ തലയിലും പുറത്തൊക്കെ വെച്ച് തരാമെന്നാണ്. പക്ഷെ അവന് പേടിയായി, വേണ്ടാന്ന് വെച്ചു. പിന്നെ നമ്മൾ അവരിങ്ങനെ എന്താ പറയുക, കുറച്ച് ദിവസമായിട്ട് അത്രയും അവനാരും എടുത്തിട്ടില്ല. അപ്പം അവനിങ്ങനെ അവർക്കും പേടി ഉണ്ടാവുമല്ലോ. അപ്പം ഒന്നിങ്ങനെ ആക്കി കൊടുത്തോളാൻ പറയായിരുന്നു ആ ചേച്ചി ചേട്ടനോട്. ചേട്ടൻ അതുപോലെയൊക്കെ ആക്കി കൊടുത്തു. അവൻ നല്ല കുട്ടിയായിട്ടിരുന്നു കേട്ടോ. ഇവനെ എടുത്തില്ല, കാരണം ഞാൻ മാമോസെറ്റിന് എടുക്കാമെന്ന് കരുതി. ഞാൻ നമ്മുടെ മാമോസെറ്റിനെടുത്ത് കുഞ്ഞിക്കുട്ടൻ, എന്ത് രസാ, കുഞ്ഞു വാവ പോലെ കുഞ്ഞ്. ജിനോക്കുട്ടിക്ക് അവനെ പൂച്ചക്കുഞ്ഞിനെയും പട്ടിക്കുഞ്ഞിനെയൊക്കെ പിടിക്കണ പോലെ പിടിച്ച് പൊക്കണം പോലും. പക്ഷെ അവനങ്ങനെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റില്ല. അവന് കയ്യിലെടുക്കാനുള്ള ധൈര്യമൊന്നുമില്ല, അവനിങ്ങനെ തലയിൽ കൂടി പിടിച്ച് പൊക്കണം. അപ്പോൾ ഇവനെ താഴെ ഇടാൻ പാടില്ലല്ലോ. ഇവനാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് അവൻ്റെ കൈ കൊടുത്ത് ഇവൻ ചിലപ്പോൾ താഴെ ഇടും. പക്ഷെ അതവനെ പറഞ്ഞിട്ട് അവന് മനസ്സിലാവുന്നുണ്ട്. ഏട്ടൻ കയ്യിൽ വെച്ചിട്ട് അവനെ കയ്യിൽ വെച്ച് പിടിപ്പിച്ച് കാട്ടി കൊടുത്തു. അപ്പോൾ ഒരു സന്തോഷമായി. എന്നാലും ഇന്നും പരാതി മാറിയിട്ട് എത്ര ദിവസമായാലും അതിൻ്റെ പരാതി മാറോണ്ട് കിടക്കുകയാണ് ആള്. അത് കയ്യിൽ വെച്ച് കൊടുത്തു. അപ്പോൾ കണ്ടോ അവനത് മേത്തേക്ക് കയറി വരും എന്നുള്ളൊരു പേടിയാണ്. പക്ഷെ അവൾ തൊടയൊക്കെ ചെയ്തു കേട്ടോ, ഇഷ്ടം കൊണ്ട്. അങ്ങനെ നമ്മളത് അവനെ അവിടെ വെച്ചു ഹാപ്പി ആയിട്ട് ഇറങ്ങി. ഞാൻ ചെന്ന പാടെ കൈ കഴുകാൻ പോയി, കാരണം ഇത്രയും നേരം നമ്മൾ ബേർഡ്സും ആനിമൽസൊക്കെ ആയിട്ട് ഇടപഴകിയതല്ലേ. ഞാൻ നന്നായിട്ട് കൈ കഴുകി അവൻ്റെ കൈയും കഴുകി കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ പോവുകയാണ്. നമ്മളിവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടൈമിംഗ് ആണ്. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 6:30 വരെയാണ്. പക്ഷെ 5 മണിക്ക് ശേഷം വന്നിട്ട് കാര്യമില്ല, ബേർഡ്സ് ഫുള്ളായിട്ടുണ്ടാവും, വയറൊക്കെ അവർക്ക് തൂങ്ങി തുടങ്ങിയിട്ടുണ്ടാവും. സോ ബെറ്റർ നേരത്തെ വരുന്നതാണ്. ഇപ്പോൾ രാവിലെ വരാൻ വന്ന അടിപൊളി. അത്രയും അല്ലെങ്കിലും ഞങ്ങളിപ്പോൾ വന്നാൽ ഉച്ചയ്ക്കൊക്കെ ആണെങ്കിലും അടിപൊളിയാണ്. വിചാരിച്ചു പോലെ മഴ പെയ്തില്ലേ, അതിന്റെ സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. മഴ പെയ്തില്ല, അങ്ങനെ പ്രാവശ്യം ഞങ്ങൾ മഴയിൽ നിന്ന് രക്ഷപ്പെട്ടു. എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.